സമസ്ത നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. മതനിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച സംഘടനയാണ് സമസ്ത. അടുത്ത കാലത്ത് അതിന് മാറ്റങ്ങൾ വന്നു. സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് അതിന് തെളിവാണ്. പത്രത്തിന്റെ നയമാറ്റത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പിന്തുണയ്ക്കുന്നു. നിരീശ്വരവാദിയായ ഒരാൾക്ക് തക്ബീർ ചൊല്ലി പിന്തുണ നൽകുന്നത് ബുദ്ധിശൂന്യമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടുകൊണ്ട് നദ്വി വിമർശിച്ചു. ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട്, ദൈവനിഷേധികളോട്, മതനിരാസ സമീപനങ്ങൾ വെച്ചു പുലർത്തുന്നവരോട് ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ ഇതൊക്കെ സുജ്ഞാതമാണ്. അടുത്ത കാലത്തായിട്ട് അതിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ ചടങ്ങ് തന്നെ അതിനൊരു തെളിവാണ്. നിരീശ്വരവാദിയായ ഒരാൾക്ക് തക്ബീർ ചൊല്ലിയിട്ടാണ് അതിൽ സമ്മേളിച്ച ചില ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത്. അള്ളാഹു മഹോന്നതനാണ് എന്നുള്ള പ്രഘോഷണങ്ങൾ കൊണ്ട് സ്വീകാരം നൽകുക എന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ്, മൗഢ്യം ഉള്ള ഒരു നടപടിയാണ് എന്നാർക്കും മനസ്സിലാക്കാൻ കഴിയും. സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ജിഫിരിത്തങ്ങൾ മാത്രമല്ല, മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട്. അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല. മുബഷിർ P. അക്ബർ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ അത് തിരുത്തേണ്ടതാണ് എന്നുള്ള ഉപദേശത്തിനൊപ്പം തന്നെ എന്താണ് തെറ്റ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി ഇത് മാറുകയല്ലേ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. നമുക്കറിയാം, സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമുണ്ടായ ഒരു വിള്ളലിന് ശേഷം പരസ്യമായ ഒരു പ്രതികരണത്തിലൂടെ സമസ്തയിൽ ഭിന്നത രൂക്ഷമാവുന്ന ഒരു അടിവരയിടുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നടത്തിയിരിക്കുന്നത്. സമസ്ത നേതൃത്വത്തിനെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ട്. മതനിരാസത്തിനെതിരെ, അത്തരത്തിലുള്ള നിരീശ്വരവാദികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമീപകാലത്തായി അതിലൊക്കെ തന്നെ നയം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടി ഇതിനൊരു ഉദാഹരണമായിരുന്നു. സ്വാഭാവികമായും സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നയം മാറ്റം, സുപ്രഭാതത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നയം മാറ്റത്തെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതൃത്വം പിന്തുണക്കുന്നുണ്ടെന്നും പരസ്യമായി തന്നെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു വെക്കുന്നുണ്ട്. സമസ്തയുടെ പണ്ഡിത സഭാ അംഗം കൂടിയാണ് ഈ ഒരു ഡോക്ടർ മുഹമ്മദ് നദ്വി എന്നുള്ളത്. അദ്ദേഹം സ്വാഭാവികമായും ജിഫ്രി തങ്ങൾക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനം നടത്തുമ്പോൾ അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. ഈ ഒരു സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. നേരത്തെ അദ്ദേഹം ഈ ഒരു ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളുടെ ബഹിഷ്കരണത്തോടൊപ്പം മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത നേതാവും ഈ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ആ നിലയിൽ സമസ്ത ഇടതുപക്ഷത്തിനോട് അടുക്കുന്നത് കൊണ്ടാണെന്ന പ്രചാരണം ഒരു ഭാഗത്ത് ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിനു വേണ്ടി പരസ്യമായി തന്നെ സമസ്തയിലെ ഒരു ഭാഗം രംഗത്തിറങ്ങിയെന്നൊരു പ്രചാരണം ശക്തമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ്. സമസ്ത മുസ്ലിം ലീഗുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു സമീപനം ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല. വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾക്കോ വീക്ഷണങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ അനുസരിച്ചല്ല സമസ്ത പ്രവർത്തിക്കുന്നത്. സമസ്തയുടെ പഴക്കം പരിഗണിക്കേണ്ടതെന്ന് സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ മുസ്ലിം ലീഗുമായി കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന ആ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പൂർവികരുടെ നിലപാടുകളൊക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. വ്യക്തികളുടെ താല്പര്യങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം. സമസ്തയുടെ ഭരണഘടന അനുസരിച്ചാണ് ആ ഒരു സംഘടന പ്രവർത്തിക്കേണ്ടതെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു ഗൾഫ് എഡിഷൻ ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പങ്കെടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിക്കവേ സമസ്ത അണികളിൽ നിന്നും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തക്ബീർ ധ്വനികളാൽ ഈ ഒരു മുഹമ്മദ് റിയാസിനെ പിന്തുണക്കുന്ന രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് നദ്വി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈശ്വരവിശ്വാസമില്ലാത്ത ഒരാളെ എന്തിനാണ് ഈശ്വരനെ പ്രകീർത്തിക്കുന്ന ഒരു വാചകം കൊണ്ട് പിന്തുണക്കുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് തീർത്തും ബുദ്ധിശൂന്യമാണ്, മൗഢ്യമാണെന്നാണ് മുഹമ്മദ് നദ്വി പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും സമസ്തയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സമസ്ത നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭിന്നത അത് എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രതികരണമായി കൂടി മുഹമ്മദ് നദ്വിയുടെ ഈ ഒരു ബൈറ്റ് മാറി എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു സുപ്രഭാതം ദിനപത്രത്തിൽ വലിയ രീതിയിലുള്ള നയം മാറ്റം സംഭവിച്ചിട്ടുണ്ട്, മാർഗഭ്രംശം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ ഒരു സുപ്രഭാതം രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ മറന്നുപോയിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് ഈ ഒരു നയം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പരോക്ഷമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു നയം മാറ്റത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊരിക്കലും ശാശ്വതമല്ല, സമരസപ്പെട്ടു പോകുന്ന ഒരു സമീപനമായിരുന്നു മുസ്ലിം ലീഗുമായി എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഈ അധികാരികളുമായി ഇടപെടണമെങ്കിൽ സ്വാഭാവികമായും
മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളുമായുള്ള ബന്ധമായിരുന്നു ഏറ്റവും അധികം ഉപകാരപ്രദമായിരുന്നത്. അതിനെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഈ അടുത്തായി സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷമായ അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണം തന്നെ മുഹമ്മദ് നദ്വി നടത്തി എന്നുള്ളതാണ്. ഈ ഒരു നിലപാട് തുടരുന്ന പക്ഷം ഈ ഒരു പത്രവുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളുമായിട്ടോ സഹകരിക്കില്ല എന്നൊരു അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവും സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു കേന്ദ്ര മുഷാവറാംഗം ഈ വിധത്തിൽ രൂക്ഷമായ വിമർശനങ്ങളുടെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പോരത്രത്തോളം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗിൽ ഉൾപ്പെടെ കൃത്യമായ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമസ്ത നേതാവ് ഈ നിലയിലുള്ളൊരു അഭിപ്രായം തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് നിലയിലായിരിക്കും ഇത് സമസ്തയിലും മുസ്ലിം ലീഗിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നോക്കിക്കാണേണ്ടത്. സുജയ പാർവതി. ശരി, ഇതിൽ തുടർ പ്രതികരണങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നദ്വിയുടെ പ്രതികരണത്തോടുള്ള തുടർ പ്രതികരണങ്ങളിലൂടെ ഈ വാർത്തയിൽ തന്നെ നമുക്ക് തുടരാം. താങ്ക് യു. മുബഷിർ പി. അക്ബറാണ് നദ്വിയുമായി സംസാരിച്ചത്.